continue. Implicit within each client system are internal resistant factors known as lines of resistance. അതായത് ഓരോ ക്ലയൻറ്റ് സിസ്റ്റത്തിലും അന്തർലീനമായ ഒരു കാര്യമാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് അഥവാ ലൈൻസ് ഓഫ് റെസിസ്റ്റൻസ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു സ്റ്റെബിലൈസ് ആൻഡ് റീ അലൈൻ ദ ക്ലയൻറ്റ് ടു യൂഷ്വൽ വെൽനസ് സ്റ്റേറ്റ്. പൂർവ്വ അവസ്ഥയിൽ അതായത് വെൽനസ്സിലേക്ക് തിരിച്ച് റിയലൈൻ ചെയ്യുകയും സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ജോലിയാണ് ലൈൻസ് ഓഫ് റെസിസ്റ്റൻസിന് ഉള്ളത്. അടുത്തത് നമുക്ക് നോക്കാം പ്രൈമറി പ്രിവെൻഷൻ. Primary prevention relates to the general knowledge that is applied in client assessment and intervention in identification and reduction of possible or actual risk factors. സാധാരണ നമ്മൾ പ്രൈമറി പ്രിവെൻഷന് പറയുന്നത് പോലെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് പോസിബിൾ ഓർ ആക്ച്വൽ റിസ്ക് ഫാക്ടേഴ്സ്. കമ്മിങ് ടു സെക്കൻഡറി പ്രിവെൻഷൻ, it relates to symptomatology following a reaction to stressor, appropriate ranking of intervention priorities and treatment to reduce their nauseous effect. മൂന്നാമത് tertiary prevention. It relates to adjustive processes taking place as reconstitution begin and maintenance factors move the back in circular manner towards primary പ്രിവെൻഷൻ. അപ്പോൾ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് റീകൺസ്റ്റിറ്റ്യൂഷൻ ഫേസ് ആണ്. അത് തിരിച്ച് സർക്കുലർ മാനറിൽ തിരിച്ച് പ്രൈമറി പ്രിവെൻഷനിലേക്ക് തന്നെ പോകും. അപ്പോൾ ഓൾ ടുഗെദർ ദ ക്ലയൻറ്റ് ആസ് എ സിസ്റ്റം ഈസ് ഇൻ ഡൈനമിക് കോൺസ്റ്റൻറ്റ് എനർജി എക്സ്ചേഞ്ച് വിത്ത് ദ എൻവയോൺമെൻറ്റ്. അതാണ് ഇതിനകത്ത് കാതലായിട്ട് പറയുന്ന കാര്യം. ക്ലയൻറ്റ് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. ഇറ്റ്സ് ഡൈനമിക് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഇൻ ഡൈനമിക് കോൺസ്റ്റൻറ്റ് എനർജി എക്സ്ചേഞ്ച് വിത്ത് ദ എൻവയോൺമെൻറ്റ്. അടുത്ത നമുക്ക് മേജർ കൺസെപ്റ്റ്സിലേക്ക് പോകാം. ആദ്യത്തെ കൺസെപ്റ്റ്സ് ആണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കണ്ടൻറ്റ്? The variables of the person in interaction with the internal and external environment comprise the whole client system. നമ്മൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോൾ ക്ലയൻറ്റ് സിസ്റ്റത്തിനെയാണ്. അതെന്താണ്? അതൊരു കുറേ വേരിയബിൾസിൻ്റെ ആകത്തുകയാണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റുമായിട്ട് എപ്പോഴും ഇൻ്ററാക്ഷനിൽ നിൽക്കുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ വേരിയബിൾസിനെയാണ് നമ്മൾ കണ്ടൻറ്റ് അഥവാ ഹോൾ ക്ലയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം ബേസിക് സ്ട്രക്ചർ അഥവാ സെൻട്രൽ കോർ. ഇത് നമ്മൾ നേരത്തെ ഈ ബേസിക് സ്ട്രക്ചർ എന്ന് കേട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ the common client survival factors in unique individual characteristics representing basic system energy resources. അപ്പോൾ ബേസിക് സ്ട്രക്ചറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? It includes the basic survival factors including normal temperature range, genetic structure, response pattern, organ strength or weakness, ego structure. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി. It occurs when the amount of energy that is available exceeds that being used by the system. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. A hemostatic body system is constantly in a dynamic process of input, output, feedback and compensation which leads to a state of balance. അടുത്തത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് സിസ്റ്റം ഇൻസ്റ്റെബിലിറ്റി റിസൾട്ടിങ് ഫ്രം സ്ട്രെസ്സർ ഇൻവേഷൻ ഓഫ് ദ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസ്. നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസിനെ ഒരു സ്ട്രെസ്സർ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? process of energy depletion and disorganization moving the system towards illness or possible death. ഇപ്പോൾ എനർജി ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഡിസോർഗനൈസേഷൻ വരുമ്പോൾ വിച്ച് ലീഡ്സ് ദ സിസ്റ്റം ടു പോസിബിൾ ഡെത്ത്, അതിനാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇനി ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് ഡിഫെൻസ് എന്താണെന്നുള്ളത്. ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് ഡിഫെൻസ് ഇസ് എ പ്രൊട്ടക്റ്റീവ് അക്കോർഡിയൻ ലൈക്ക് മെക്കാനിസം ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസ് ഫ്രം ഇൻവേഷൻ ബൈ ദ സ്ട്രെസ്സസ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ സ്ലൈഡുകളിൽ പറഞ്ഞു വി ഡു ഹാവ് എ ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് ഡിഫെൻസ്, അത് കഴിഞ്ഞിട്ടാണ് വി ഹാവ് എ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസ്. ഇത് രണ്ടും ബേസിക് സ്ട്രക്ചറിനെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സർ വന്ന് ആദ്യം ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് ഡിഫെൻസിനെ ഭേദിക്കുകയും, അപ്പം നമുക്കിപ്പോൾ എനർജി സിസ്റ്റം അഡിക്വേറ്റ് എനർജി ഉണ്ടെങ്കിൽ ആ ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് ഡിഫെൻസ് ധാരാളമാണ്.
ഇനി അതിനെ ഭേദിച്ച് സ്ട്രെസ്സർ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസിൽ വന്ന് അതിനെയും ഭേദിച്ച ശേഷം മാത്രമേ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. അടുത്ത നമുക്ക് നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസ് എന്താണെന്ന് നോക്കാം. It represents what the client has become over time or the usual state of wellness. It is considered dynamic because it can expand or contract over time. ഇപ്പോൾ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചറിനെ കവർ ചെയ്തിരിക്കുന്ന ഡിഫെൻസാണ്. ഇറ്റ് ഈസ് ഡൈനമിക് ബിക്കോസ് അതിനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ലൈൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ദ സീരീസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ഇറ്റ് സറൗണ്ട് ദ ബേസിക് സ്ട്രക്ചർ. അപ്പം ലൈൻ ഓഫ് ഡിഫെൻസ് കഴിഞ്ഞ ശേഷം വി ഡു ഹാവ് എ ലൈൻ ഓഫ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ സീരീസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ദാറ്റ് സറൗണ്ട്സ് ദ ബേസിക് സ്ട്രക്ചർ. നിങ്ങളതിൻ്റെ പടം കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്തൊക്കെയാണെന്ന്. Protection factors activated when stressors have penetrated the normal line of defense, causing a reaction symptomatology. അപ്പോൾ നോർമൽ ലൈൻ ഓഫ് ഡിഫെൻസും ഭേദിച്ച് വരുമ്പോൾ ഒരു സ്ട്രെസ്സർ അഭിമുഖീകരിക്കേണ്ട അടുത്ത ഫേസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ WBC ആക്ടിവേറ്റ് ചെയ്യുകയും ചെറുതായി സിംറ്റംസ് നമ്മൾ കാണുക, അതായത് പ്രൊട്ടക്റ്റീവ് സിംറ്റംസ്, ആക്ടിവേഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അതായിട്ടുള്ള സയൻസ് കാണുകയും ചെയ്യുന്നതാണ് നമ്മൾ ലൈൻ ഓഫ് റെസിസ്റ്റൻസിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. The matter, energy and information exchanged between the client and the environment that is entering or leaving the system at any point in the time. അതിനാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മാറ്ററോ എനർജിയോ ഇൻഫർമേഷനോ ക്ലയൻറ്റിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലേക്ക് പുറത്തു പോവുകയും ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയുന്നത്. നെഗൻട്രോപ്പി. എന്താണ് നെഗൻട്രോപ്പി? Process of energy conservation that increase organization and complexity, moving the system towards stability or a higher degree of wellness. അപ്പോൾ അത് എനർജി കൺസർവേഷൻ്റെ പാർട്ടാണ്. അത് നമ്മളെ സിസ്റ്റത്തിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കാനും ഹയർ ഡിഗ്രി ഓഫ് വെൽനെസ്സിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ നെഗൻട്രോപ്പി എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ചാൽ എ സിസ്റ്റം ഇൻ വിച്ച് ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇൻപുട്ട് ആൻഡ് പ്രോസസ്, ഔട്ട്പുട്ട് ആൻഡ് ഫീഡ്ബാക്ക്. ഒരു സിസ്റ്റത്തിൽ എപ്പോഴും ഇൻപുട്ടും ത്രൂപുട്ടും ഔട്ട്പുട്ടും ഫീഡ്ബാക്കും ഒക്കെ ഉള്ളതിനെയാണ് നമ്മളൊരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്, വെയർ ഓൾ ദി എലിമെൻറ്റ്സ് ആർ ഇൻ ഇൻറ്ററാക്ഷൻ. അടുത്തത് പ്രിവെൻഷൻ ആസ് ഇൻ്റർവെൻഷൻ. പ്രിവെൻഷൻ ആസ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെൻഷൻ മോഡ്സ് ഫോർ നഴ്സിംഗ് ആക്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഫോർ എൻട്രി ഓഫ് ബോത്ത് ക്ലയൻറ്റ് ആൻഡ് നഴ്സ് ഇൻ ടു ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് നമ്മുടെ ഇൻ്റർവെൻഷൻ്റെ എൻട്രി നിശ്ചയിക്കുന്നത് പ്രിവെൻഷൻ ആണെങ്കിൽ, അതായത് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ആണെങ്കിൽ നമ്മളതിനെ പ്രിവെൻഷൻ ആസ് എൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ആദ്യം വരുന്നത് ആക്ച്വലി പ്രിവെൻഷൻ ആസ് എൻ ഇൻ്റർവെൻഷനിലേക്കാണ്, പിന്നെ ക്യൂർ വരുന്നുള്ളൂ. അടുത്തത് റീകോൺസ്റ്റിറ്റ്യൂഷൻ.